നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 151ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടെമ്പർ, അതായത് മുൻകോപത്തിനെ പറ്റിയാണ്. ഷോർട്ട് ടെമ്പർ എന്ന് പറയുന്നത് ദി ബിഗ്ഗസ്റ്റ് കേഴ്സ് ഓഫ് മാൻകൈൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മുൻകോപം കാരണം ഈ ലോകം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന മുൻകോപം കാരണമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യർ രാശിയിലെ പുറത്തുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഷോർട്ട് ടെമ്പറാണെന്നാണ് മറ്റേ എല്ലാ ആളുകളും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഈ വലിയ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുതന്നെയാണ്. കാരണം ഈ മുൻകോപം കൊണ്ടാണ് ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതായത് അതായത് ഒരു ലോക മഹായുദ്ധങ്ങൾ വരെ അതിന് കാരണം ഈ ഷോർട്ട് ടെമ്പറാണെന്നാണ് പറയുന്നത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ദേഷ്യം എന്ന് പറയുന്നത് ഗംഗാ നദിയെ പോലെയാണെന്നാണ് പറയുന്നത്. ഗംഗാ നദിയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് എല്ലാം തകർത്തുകൊണ്ട് മുന്നേറുന്ന ഒരു നദിയായിട്ടാണ് വെച്ചിരിക്കുന്നത് ഗംഗാ നദി. അപ്പം ജ്യോതിഷത്തിൽ ചൊവ്വ ഗ്രഹമാണ് ഈ ദേഷ്യത്തിനെ കാണിക്കുന്ന ഗ്രഹം. ദേഷ്യവും അക്രമവാസനയൊക്കെയാണ് ഈ ചൊവ്വ ഗ്രഹത്തിനെ കൊണ്ട് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ഏറ്റവും കോപിഷ്ഠനായ ആളെന്ന് പറയുന്നത് ദുർവാസവ മഹർഷിയാണ്. ഈ മഹർഷി ശ്രീ മഹാദേവൻ്റെ ഒരു അവതാരമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ നാശത്തിന് കാരണം ദേഷ്യമായിരിക്കും എന്നാണ്. ദേഷ്യമുള്ള മനുഷ്യർ പാപങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെട്ടവരായിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ആ ഒരു വിവേകബുദ്ധി ആ ദേഷ്യ സമയത്ത് അവർക്ക് കാണത്തില്ലെന്നാണ് പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം 15 മിനിറ്റ് നേരം ജപിക്കുന്നത് മുൻകോപം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഹിന്ദു പുരാണങ്ങൾ പറയുന്നുണ്ട്. പരിഹാരം അതായിട്ടാണ് പറയുന്നത്. അതുപോലെ വിശുദ്ധ ബൈബിൾ പറയുന്നത് കോപം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത് എന്നാണ്. അതായത് കോപം എന്ന് പറഞ്ഞാൽ സാത്താൻ എന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരിക്കൽ നിങ്ങളെ സാത്താൻ നിങ്ങളെ ഭരിക്കാൻ അനുവദിച്ചാൽ പിന്നെ എപ്പോഴും സാത്താൻ നിങ്ങളെ പിടികൂടിയിരിക്കും. അവിടെ നമ്മളെ വിട്ടു പോകത്തില്ല. അതാണ് മുൻകോപം വന്നു കഴിഞ്ഞാലുള്ള കാര്യം. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്, വിഡ്ഢികളാണ് ദേഷ്യപ്പെടുന്നത്. ബുദ്ധിയുള്ള മനുഷ്യർ ആ ദേഷ്യത്തെ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആരാണോ ദേഷ്യത്തെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നത് അവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുപോലെ ഖുർആൻ പറയുന്നുണ്ട്, തെറ്റായ സ്വഭാവങ്ങളിലേക്കാണ് ദേഷ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. അതായത് ദേഷ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത് തന്നെ തെറ്റായ സ്വഭാവങ്ങളിലേക്കാണ്. ദേഷ്യം വരുന്ന ആളുകൾക്ക് തെറ്റായ സ്വഭാവങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മുൻകോപം നിയന്ത്രിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ചില പരിഹാരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തത് ശരീരം റിലാക്സ് ചെയ്യണം. രണ്ടാമത്തത് ഇഷ്ടമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളുമായിട്ട്, വിശ്വസ്തനായ ഒരാളുമായിട്ട് സംസാരിക്കണം. ആ സമയത്ത് ഈ ദേഷ്യം പെടാനുള്ള കാരണം യാതൊരു ബന്ധമില്ലാത്ത ഒരാളുമായിട്ട്, നമ്മളെ വിശ്വസ്തനായിട്ട് ഒരാളുമായിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചാൽ നമ്മുടെ ഈ ദേഷ്യം മാറും. അതൊരു തണുത്ത വെള്ളത്തിൽ കുളിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും കായികമായിട്ടുള്ള എക്സസൈസ് ചെയ്യണം. ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് അഭയം ചോദിച്ച് പ്രാർത്ഥിക്കണം. ശുദ്ധജലം കുടിക്കണം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ദേഷ്യപ്പെടുന്നതിനെ കഴിയുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദേഷ്യപ്പെടുന്നത് കഴിയുന്നതും ഒഴിവാക്കണം എന്നാണ്. അപ്പം ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഈ മുസ്ലിം മതത്തിലും എല്ലാം പറയുന്നത് നമ്മൾ ഈ മുൻകോപം എന്ന് പറയുന്നത് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയൊരു ദോഷമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നതോ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരമാണെന്നാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചിരിക്കും, കരയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പോലുള്ള ഒരു വികാര പ്രകടനം മാത്രമാണ് ദേഷ്യം എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പം അനിയന്ത്രിതമായ ദേഷ്യം മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു കാര്യം സന്തോഷം വരുമ്പോൾ ചിരിക്കത്തില്ലേ, അതേപോലെ ദേഷ്യം നടത്താൻ നിയന്ത്രിക്കാവുന്ന ദേഷ്യമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അനിയന്ത്രിതമായ ദേഷ്യം കുഴപ്പമാണെന്നാണ് മനഃശാസ്ത്രവും പറയുന്നത്. അതിനാൽ നിയന്ത്രിക്കാൻ ചില മാർഗ്ഗങ്ങളും അവർ പറയുന്നുണ്ട്. ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് എടുക്കണം മനഃശാസ്ത്രത്തിൽ പറയുന്നത്.
സങ്കല്പത്തിലൊരു തമാശ സീൻ നമ്മൾ വിചാരിക്കണം. അപ്പോൾ ആ ദേഷ്യം നമ്മുടെ മനസ്സിൽ നിന്ന് അതൊക്കെ അങ്ങ് മാറും. അതുപോലെ ടേക്ക് ഇറ്റ് ഈസി എന്ന് നമ്മൾ ആ വാക്കുകൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഇത് വളരെ നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ ദേഷ്യത്തിന് യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ദേഷ്യത്തിൻ്റെ അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ദേഷ്യം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ ഹൃദയത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നാണ്. അതായത് ബുദ്ധിമാന്മാരുടെ ഹൃദയത്തിൽ ഒരിക്കലും ദേഷ്യം കാണപ്പെടത്തില്ലെന്നാണ്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും മനഃശാസ്ത്രവും പറയുന്നത് ദേഷ്യം ഒഴിവാക്കണമെന്നാണ്. അനിയന്ത്രിതമായ ദേഷ്യം ഒഴിവാക്കണമെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. അനിയന്ത്രിതമായിട്ടുള്ള ദേഷ്യം പ്രധാന കാരണം അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർത്ത് കളയും. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നത്. ഇതാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.